നമുക്ക് ഇവിടെ വർക്ക് ഏരിയ വന്നിട്ടുണ്ട്. വർക്ക് ഏരിയ ഒരു രക്ഷയില്ല കൊടുത്തിട്ടുണ്ട്. ഇത് റിമോട്ടിലൊക്കെ വർക്ക് ചെയ്യണ ഫാനാണ് കേട്ടോ. ഫാൻ്റെ സ്വിച്ച് ഇട്ടിട്ട് പോകുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ നല്ല വൃത്തിയിൽ കിടക്കണം. ടോയ്ലറ്റ് എല്ലാം ബാൽക്കണി നമുക്ക് ഇവിടെ ഇരിക്കാനുള്ള സ്പേസ് ഉണ്ട്. ആ കാണുന്നതാണ് കടമ്പറയാറ് 6 എന്ന് പറയുന്നത്. നമസ്കാരം സുഹൃത്തുക്കളെ, നമ്മളിന്ന് വന്നേക്കുന്നത് 4 സെന്റിൽ 2000 സ്ക്വയർ ഫീറ്റിന്റെ ഒരു കിടിലം ബില്ല് കാണാൻ വേണ്ടിയിട്ടാണ്. ഇത് നിൽക്കുന്നത് കടമ്പറയാർ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അതായത് ഇൻഫോ പാർക്കിൽ നിന്നും 4.5 കിലോമീറ്റർ ഡിസ്റ്റൻസിൽ കടമ്പറയാർ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. നമ്മൾ പള്ളിക്കരയ്ക്ക് പോകുന്ന റൂട്ടിൽ തന്നെ 4.5 കിലോമീറ്റർ ഇൻഫോ പാർക്കിൽ നിന്ന് പ്രോപ്പർട്ടിയിലേക്ക് 4 കിലോമീറ്റർ ഡിസ്റ്റൻസ് ഉള്ളൂ. അപ്പോൾ നമുക്ക് ഇതിന്റെ ഡീറ്റെയിലേക്ക് പോകാം. അപ്പോൾ ഇതാണ് കയറി വരുമ്പോൾ തന്നെ ഉള്ളൊരു ലിവിങ് ഏരിയ. ഇതാണ് ലിവിങ് ഏരിയയിലേക്ക് കുറേ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. നല്ല രസമുള്ള ഒരു കബോർഡാണ് ചെയ്തേക്കുന്നത്. ഒരു സിമ്പിൾ വീടാണ്, പക്ഷെ നല്ല രസമുണ്ട് കാണാൻ. അതായത് ഒരു അത്യാവശ്യം നല്ല രസത്തിലാണ് പണിതേക്കുന്നത്. അപ്പോൾ ഇതാണ് ലിവിങ് ഏരിയ. ലിവിങ് ഏരിയയിൽ നമുക്ക് അത്യാവശ്യം സ്പേസ് ഉണ്ട്. ഇങ്ങനെ ഇത് വന്നാലും സെറ്റ് ഇട്ടാലും അത്യാവശ്യം നല്ല രീതിയിൽ സ്പേസ് ഒക്കെ ഇവിടെ ഉണ്ട്. അതായത് ഇങ്ങോട്ട് ഒതുങ്ങിയാൽ കിടക്കണം. അതുകൊണ്ട് ഡോറൊന്നും തുറക്കാനായിട്ട് പ്രയാസമില്ല. 2 വിൻഡോസ് ഉണ്ട്. ഒരു 3 രീതി പാളിയുടെ 2 വിൻഡോസ് ഉണ്ട്. ഇതാണ് മെയിൻ ഡോർ വരുന്നത്. ഇത് തേക്കാണോ? തേക്കിന്റെ പോലെ ഇരിക്കുന്നു, വൈറ്റ് കളറായിട്ട് ഇതില്. അപ്പൊ നമ്മൾ എല്ലാത്തിലും ചെയ്യുമ്പോൾ തന്നെ കോമ്പസ് എടുത്തിട്ട് നമുക്ക് ഇതിന്റെ ഫ്രണ്ടിലത്തെ വ്യൂ ഏതാണെന്ന് നമുക്ക് നോക്കാം. കോമ്പസ് എടുക്കണം. മാനിപ്പുലേറ്റും ചെയ്യുന്നില്ല കേട്ടോ. കോമ്പസ് എടുക്കാണ്. കിഴക്കാണ് ഡോറിന്റെ ദർശനം വന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് ഡൈനിങ് ഏരിയ വരുന്നത്. ഡൈനിങ് ഏരിയക്ക് അത്യാവശ്യം നല്ല സ്ഥലമുണ്ട്. ഇത് നല്ല ലിസ്റ്റിലാണ് ഇതാക്കിയാണ്. ഡൈനിങ് ഏരിയ നമ്മളെപ്പോഴും യൂസ് ചെയ്യുന്നത്. കാര്യം ഫുഡ് കഴിക്കാനായിട്ട് ഡൈനിങ് ഏരിയ യൂസ് ചെയ്യണം. അപ്പോൾ ഡൈനിങ് ഏരിയ അത്യാവശ്യം നല്ല സ്ഥലമുണ്ട്. ഓപ്പൺ കിച്ചണാണ്. സ്റ്റേഴ്സ് ഡൈനിങ് ഏരിയയിൽ തന്നെയാണ് വരുന്നത്. ഇവിടെ ഒരു ചെറിയ കബോർഡുകൾ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു ചെറിയ ടേബിൾ, മിനി ടേബിൾ കൊടുത്തിട്ടുണ്ട്. നല്ല ഒരു ഡിസൈനാണ്. കാര്യം സ്റ്റെയറിന്റെ അടിയിൽ ഒരു ടേബിൾ, അപ്പോൾ ഒട്ടും സ്പേസ് പോകില്ല. ഡൈനിങ് ഏരിയ പ്രോപ്പർട്ടി കിടക്കുകയും ചെയ്യും. ഇവിടെ ഒരു ഇൻവെർട്ട് ഏരിയ കൊടുത്തിട്ടുണ്ട്. പിന്നെ സ്റ്റേഴ്സ് ഒബ്വിയസ്ലി ഗ്രാനൈറ്റ് ആണ് ഉപയോഗിച്ചേക്കുന്നത്. സൈഡിൽ ഒരു ചെറിയൊരു വാഷിംഗ് ഇത് കൊടുത്തിട്ടുണ്ട്. വാഷിംഗ് ഏരിയ കൊടുത്തിട്ടുണ്ട്. സെൻസറാണ്. നമുക്കിനി കിച്ചണിലേക്ക് പോവാം. കിച്ചണും വലിയ കിച്ചണാണ് കേട്ടോ. അതായത് വലിയ കിച്ചൺ ഇഷ്ടപ്പെടുന്നവർക്ക് ഇതൊരു നല്ലൊരു ചോയ്സാണ്. കാര്യം കിച്ചൺ അത്യാവശ്യം നല്ല സ്ഥലമുണ്ട്. ഇത്രയും ഏരിയ ഉണ്ട് കിച്ചൺ വരുന്നത്. അവിടെ ഫ്രിഡ്ജ് വെക്കാനുള്ള സ്ഥലം കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം ഈ ഒരു കളർ കോമ്പിനേഷൻ അടിപൊളിയായിട്ടുണ്ട്. ഒരു ഗ്രേ കളർ, കംപ്ലീറ്റ്ലി ഗ്രേ കളർ, അതിന് ബ്ലാക്ക് കളറിലുള്ള ഗ്രാനൈറ്റ് ഇടിലാണ്. നമുക്ക് ഇവിടെ വർക്ക് ഏരിയ വന്നിട്ടുണ്ട്. വർക്ക് ഏരിയ ഒരു രക്ഷയില്ല. ഇടിലും വർക്ക് ഏരിയ കേട്ടോ. അപ്പോൾ ഇതാണ് ഗ്രാനൈറ്റ് ആണ് വർക്ക് ഏരിയയിൽ കൊടുത്തേക്കുന്നത്. 2 സൈഡ് എന്താ പറയുക വിൻഡോ ഓപ്പണിങ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇനി ഇതും കിഴക്ക് ദർശനമാണ്. കാര്യം ആ ഡോർ ആ ദർശനത്തിലാണ്ട് ഇതും കിഴക്ക് ദർശനത്തിൽ തന്നെയാണ്. ഈ ഒരു ഗ്യാസ് സ്റ്റൗ കത്തിക്കുന്ന ഇത് വന്നേക്കുന്ന കിഴക്ക് ദർശനത്തിലാണ്. അപ്പോൾ ഇതാണ് കിച്ചൺ. കാര്യം എനിക്കിത് ഇഷ്ടപ്പെട്ടു ഈ പ്ലാൻ. കാര്യം നല്ല സ്ഥലമുണ്ട്. 2000 സ്ക്വയർ ഫീറ്റ് ഉണ്ട്. പക്ഷേ അടിയിൽ ഒരു ബെഡ്റൂം കൊടുത്തേക്കണമുള്ളത് കൊണ്ട് എല്ലാത്തിനും നല്ല സ്ഥലമുണ്ട്. ഇതാണ് ഫസ്റ്റ് ബെഡ്റൂം വരുന്നത്. അടിയിൽ ഒരു ബെഡ്റൂം, മേളിൽ ബാക്കിയുള്ള ബെഡ്റൂമുകളാണ്. ഇതാണ് ബെഡ്റൂം വരുന്നത്. ബെഡ്റൂം അത്യാവശ്യം നല്ല ബെഡ്റൂമാണ്. പിന്നെ ബെഡ്റൂമിൽ തന്നെ നമുക്ക് ഇവിടെ ഒരു ഡ്രസ്സിങ് ഏരിയ ഉണ്ട്. പിന്നെ ഈ സൈഡിൽ നമുക്ക് ഒരു 3 ഡോർ കബോർഡ് കൊടുത്തിട്ടുണ്ട്. ഇത് റിമോട്ടിലൊക്കെ വർക്ക് ചെയ്യണ ഫാനാണ് കേട്ടോ. ഫാൻ്റെ സ്വിച്ച് ഇട്ടിട്ടില്ല. സ്വിച്ച് ഇട്ടാൽ റിമോട്ടിലാണ്. അതാണ് റിമോട്ടിൽ തന്നെ അടിയിലെ റിമോട്ടിൻ്റെ ഇതാണ് ഫാൻ സ്പീഡ് പൊളി. ഇതെല്ലാം ഇതാണ് റിമോട്ടിലാണ്. അപ്പോൾ ഇതാണ് കബോർഡ് വരുന്നത്. മൾട്ടിവുഡിലാണ് ചെയ്തത് കേട്ടോ. മൾട്ടിവുഡിലാണ് ചെയ്തേക്കുന്നത്. ജെനുവിനാണ്. പിന്നെ നമുക്ക് ഈ സൈഡ് ഡ്രസ്സിങ് ഏരിയ പ്ലസ് ഇതാണ് ടോയ്ലറ്റ് വരുന്നത്. അത്യാവശ്യം ഒരു വൃത്തിയിലുള്ള ടോയ്ലറ്റ്.
ഫിറ്റിങ്സ് ഒക്കെ ജെന്യൂനാണ്, സെറയാണ് ഇത് വരുന്നത്. ജാഗൂറാണ് വരുന്നത്. ഇതും ജാഗൂറാണ് വരുന്നത്. അപ്പോൾ ഇതാണ് ഫസ്റ്റ് ബെഡ്റൂമിൻ്റെ വിശേഷം എന്ന് പറഞ്ഞാൽ. നമുക്കിനി മുകളിലേക്ക് പോവാം, മുകളിലത്തെ വിശേഷം കാണാം. അപ്പോൾ സ്റ്റെയർ കയറുകയാണ് നമ്മൾ. സ്റ്റെയർ കയറുമ്പോൾ നമുക്ക് ചെറിയൊരു വിൻഡോ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇത് പാനൽ ചെയ്തേക്കുന്ന കാണാൻ ഒരു പ്രത്യേക ഭംഗിയാണ്. ഇത് ആ ജനലിൻ്റെയൊക്കെ എല്ലാം പാനൽ ചെയ്തിട്ടുണ്ട്. പിന്നെ സീലിങ്ങും ഉപയോഗിച്ചിട്ട് ചെയ്തിട്ടുണ്ട്, അടിപൊളി. നമുക്ക് മേളിലേക്ക് കയറാം. സ്റ്റെയറൊക്കെ അത്യാവശ്യം വീതിയുള്ള സ്റ്റെയറാണ്. അപ്പോൾ ഇത്രയും സ്റ്റെയറിൻ്റെ വീതിയുണ്ട്. സ്റ്റെയർ ഹാൻഡ് റെയിൽ കൊടുത്തിട്ട് കംപ്ലീറ്റ് സ്റ്റീലാണ്. ഇതാണ് കയറി വരുമ്പോഴുള്ള ഒരു ടൈലിൻ്റെ ഒരു ഷെയ്ഡ് കൊടുത്തേക്കുന്നത്. ഒരു വ്യത്യസ്തമായിട്ടുള്ള ഇതാണ് കാര്യം. ഇവിടെ ഒരു ഡിസൈൻ, റൂമിലെല്ലാവർക്കും സെയിം ഡിസൈൻ. കയറി വരുമ്പോൾ തന്നെ നമുക്കൊരു ഇത് മൊത്തത്തിൽ എനിക്ക് 1, 2, 3, 4, 5 ബെഡ്റൂമാണ്. 5 ബെഡ്റൂം എന്ന് പറയുമ്പോൾ ഒരെണ്ണം കറക്റ്റ് ഒരു യൂട്ടിലിറ്റി റൂമോട് കൂടിയിട്ടുള്ള സെറ്റപ്പാണ്. ഫസ്റ്റ് നമുക്ക് കയറി വരുമ്പോൾ തന്നെ ഈ ബെഡ്റൂം കാണാം. ഇതാണ് ആദ്യത്തെ ബെഡ്റൂം. ബെഡ്റൂം കണ്ടില്ലേ, അത്യാവശ്യം സ്ഥലമുള്ള ബെഡ്റൂമാണ്. ഒരു വിൻഡോ ഉണ്ട് ഈ സൈഡ്. പിന്നെ നമുക്കൊരു 3 ഡോർ കബോർഡ് ഈ സൈഡ് കൊടുത്തു. പിന്നെ സീലിംഗ് ചെയ്തിട്ടുണ്ട്. ഇതാണ് ടോയ്ലറ്റ്. ഈ ഒരു ടൈൽ ഡിസൈൻ അടിപൊളിയാണ് കേട്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നിലത്തിട്ടേക്കണം ഒരു ഗ്രിപ്പോട് കൂടിയിട്ടുള്ള ടൈല്. സിറയുടെ ടോയ്ലറ്റ് വരുന്നത് നല്ല രസമുണ്ട്, അടിപൊളി. കബോർഡിൻ്റെ ഒരു ടെക്സ്ചറും അടിപൊളിയായിട്ട്. അപ്പോൾ ഇതാണ് ഒന്നാമത്തെ ബെഡ്റൂം വരുന്നത്. നമുക്ക് രണ്ടാമത്തെ ബെഡ്റൂം ഇതാണ്. എല്ലാ ബെഡ്റൂമിലും കബോർഡ് ചെയ്തിട്ടുണ്ട്. ഇത് രണ്ടാമത്തെ ബെഡ്റൂമാണ്. ഇതാണ് രണ്ടാമത്തെ ബെഡ്റൂം. ഒരു 2 ഡോർ കബോർഡ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു ഡ്രസ്സിംഗ് ഏരിയ ഉണ്ട്. ഇവിടെ ചെറിയൊരു സംഭവം ഇവിടെയും കൊടുത്തിട്ടുണ്ട്. അതിന് ടോയ്ലറ്റും കാണാം. ടോയ്ലറ്റും അത്യാവശ്യം സ്ഥലമുള്ള ടോയ്ലറ്റാണ്. ഇതാണ് ഓപ്പൺ ടെറസ് വരുന്നത്. മേളിൽ ഷീറ്റ് ഇട്ടിട്ടുണ്ട് കേട്ടോ, അതൊരു അഡ്വാൻറ്റേജ് ആണ്. നാലാമത്തെ ബെഡ്റൂമാണത്. 2 സൈഡ് വിൻഡോസ് ഉണ്ട്. ഈ രണ്ട് കബോർഡുകളോട് കൊടുത്തിട്ട് പിന്നെ ഇവിടെ ഒരു ടോയ്ലറ്റ് വന്നിട്ടുണ്ട്. ടോയ്ലറ്റ് നല്ല വൃത്തിയിൽ കിടക്കണം. ഒരു ടോയ്ലറ്റ് എല്ലാം ബ്രാൻഡഡ് തന്നെയാണ്, ചെറിയുടെ ഒക്കെ തന്നെയാണ് എല്ലാം കൊടുത്തത്. പിന്നെ നമുക്ക് ലാസ്റ്റ് ബെഡ്റൂമിലേക്ക് പോവാം. ഇതാണ് ലാസ്റ്റ് ബെഡ്റൂം വരുന്നത്. ഇത് ബെഡ്റൂം അല്ല, ഒരു സ്റ്റഡി റൂം അല്ലെങ്കിൽ യൂട്ടിലിറ്റി ഏരിയ എന്നൊക്കെ പറയും. അങ്ങനെയാണ്. ചെറിയ ഒരു മിനി കബോർഡും ടേബിളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. 2 വിൻഡോ ഉണ്ട്. ഇതാണ് വർക്ക് ഏരിയ വരുന്നത്. ബാൽക്കണി വരുന്നത്. സോറി, ബാൽക്കണി നമുക്ക് ഇവിടെ ഇരിക്കാനുള്ള സ്പേസ് ഉണ്ട്. ആ കാണുന്നതാണ് കടമ്പ്രയാർ 6 എന്ന് പറയുന്ന സാധനം. അതാണ്. സുഹൃത്തുക്കളെ, 4 സെന്റിൽ 2000 സ്ക്വയർ ഫീറ്റിന്റെ 5 ബെഡ്റൂമിന്റെ 4 ബെഡ്റൂമിന്റെ പ്രോപ്പർട്ടി, ഒരു യൂട്ടിലിറ്റി റൂമാണ്. അപ്പോൾ ഇത്രയും സ്പെസിഫിക്കേഷനുള്ള വീട് ചോദിക്കുന്ന പ്രൈസ് എന്ന് പറഞ്ഞാൽ 85 lakhs ആണ്. 85 ലക്ഷം രൂപയാണ് ചോദിക്കുന്നത്. ജസ്റ്റ് 4. ഞാൻ വേണ്ടി നിങ്ങൾക്ക് ഒരു ഈ എല്ലാവരും പറയണ പോലെ ഇൻഫോ പാർക്ക് അവിടെയാണ്, ഇൻഫോ പാർക്ക് ഇവിടെയാണെന്നുള്ള കാര്യമൊക്കെ പറയണ്ടേ. നമ്മൾ കാണിച്ചു തരാം. യുവർ ലൊക്കേഷൻ ഇൻഫോ പാർക്ക് കണ്ടില്ലേ, 4.4 കിലോമീറ്ററാണ്.
അപ്പം നിങ്ങൾ വീഡിയോ കാണുന്നവർ ഇപ്പോൾ ജെനുവിനിറ്റിക്ക് വേണ്ടിയിട്ട് കാണിച്ചാണ്. കാര്യം ഒരുപാട് പേര് ഇവിടെ ഈ ലൊക്കാലിറ്റിയിൽ ഇൻഫോ പാർക്ക്, ഇപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ക്ലയൻറ്റിനോട് സംസാരിച്ചപ്പോൾ ഇൻഫോ പാർക്ക് എന്ന് പറഞ്ഞിട്ട് അവർ കൊണ്ടുപോയി കാണിച്ചേക്കണം പള്ളിക്കര മുളന്തുരുത്തിയൊക്കെയാണ് കാണിക്കുന്നത്. ഇൻഫോ പാർക്കിൻ്റെ അടുത്തെന്ന് പറഞ്ഞിട്ട് 12 കിലോമീറ്റർ 13 കിലോമീറ്റർ ഒക്കെ കൂടെ വീട് കാണിച്ചേക്കണം. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു കാര്യത്തിനോട് ഇത് കാണിച്ചത്. അപ്പോൾ 85 ലക്ഷം രൂപ പ്രോപ്പർട്ടി ചോദിക്കുന്ന, അപ്പോൾ ആർക്കെങ്കിലും താല്പര്യമുണ്ട്, വാങ്ങിക്കേണ്ട താല്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുക്കാം, കോൺടാക്ട് ചെയ്താൽ മതി. ഇതുപോലുള്ള വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം. ബൈ. സുഹൃത്തുക്കളെ, കാർ പോർച്ചാണ് ഈ കാണുന്നത്. നമുക്കൊരു കിണറുണ്ട്, 2 കാർ ഇടാൻ പറ്റുന്നതിൽ കാർ പോർച്ച് കൂടെയാണ്.